കേൾക്കാം. പ്രൊഫസർ കേൾക്കാം. ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷന് നമസ്കാരം. ഞാൻ സാബു ടി, റിട്ടയർഡ് എഞ്ചിനീയറാണ്. റിന്യൂവബിൾ എനർജി റിലേറ്റഡ് മാറ്റേഴ്സിൻ്റെ കരട് വായിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് വ്യക്തമാക്കുന്നത് ലൈസൻസിയുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ പ്രഖ്യാപിത ഊർജ നയങ്ങൾക്ക് എതിരും ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും എതിരായിട്ടുള്ള ഈ കരട് മാറ്റി എഴുതണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കേവലം 1% മുകളിൽ മാത്രം പ്രൊസ്യൂമേഴ്സ് ഉള്ളപ്പോൾ ഗ്രിഡിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിലേക്കൊന്നും എനർജി പ്രൊഡക്ഷൻ എത്താത്ത സാഹചര്യത്തിൽ 5 കിലോവാട്ട് മുതൽ സ്റ്റോറേജ് നിർബന്ധിതമാക്കിയ നടപടി അങ്ങ് പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലൈസൻസിക്ക് ഒരു പൈസ പോലും മുടക്കില്ലാതെ RPO RCO ഒക്കെ നേടുന്ന തരത്തിൽ അവരെ എത്തിയപ്പോൾ, അതിന് സോളാർ പ്രൊസ്യൂമേഴ്സ് അവരെ സഹായിക്കുമ്പോൾ, വലിയ വില കൊടുത്ത് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വൈദ്യുതി നമ്മൾ വാങ്ങിക്കുമ്പോൾ കേരളത്തിലെ ഒരു പ്രൊസ്യൂമർക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതിയുടെ വില കൊടുക്കുന്നതിന് KSEBക്ക് വലിയ ദണ്ഡമാണെന്നാണ് ഞാൻ കാണുന്നത്. അതിനെ സഹായിക്കാനായി APPCയുടെ നിർവചനം തന്നെ പുതിയതായി മാറ്റിയിരിക്കുന്നു. ഈ നിർവചനത്തിൽ ആണോ ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് അങ്ങ് ഒന്നുകൂടി ആലോചിക്കുക. എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് പ്രൊസ്യൂമറുടെ മാത്രം ബാധ്യതയായി കമ്മീഷൻ കണക്കാക്കിയത് ശരിയായില്ല. പമ്പ്ഡ് സ്റ്റോറേജ് സിസ്റ്റം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായതായിട്ട് കാണുന്നില്ല. കുറഞ്ഞ ചെലവിൽ, കുറഞ്ഞ മുതൽ മുടക്കിൽ, കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്ഥാപിക്കാവുന്ന തെർമൽ സ്റ്റോറേജ് പോലെയുള്ള സിസ്റ്റങ്ങൾ സ്ഥാപിക്കുവാനോ KSEBയോ പ്രൊസ്യൂമറിനെ കൊണ്ട് സ്ഥാപിപ്പിക്കാനായിട്ടുള്ള പ്രോത്സാഹിപ്പിക്കുന്നതായ ഒരു നയവും ഈ കരട് ഡ്രാഫ്റ്റിലില്ല. ഇതുവരെ ഒരു സ്ഥലത്തുമില്ലാത്ത ഗ്രിഡ് സപ്പോർട്ട് ചാർജ്, അത് ഇലക്ട്രിസിറ്റി നിയമങ്ങൾക്ക് തന്നെ എതിരായിട്ടാണ് ഞാൻ കാണുന്നത്. അടുത്ത ഒരു നെറേറ്റീവ് വരുന്നത് സമ്പന്നരായ സോളാർ പ്രൊസ്യൂമേഴ്സ് ഉണ്ടാക്കി വൈദ്യുതി കൂടുതലായി അവർ ഉപയോഗിക്കുന്നതാണ് പാവപ്പെട്ട കൺസ്യൂമേഴ്സിന് അമിത സാമ്പത്തിക ഭാരം വരുത്തുന്നത് എന്ന് തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ അങ്ങയെ ഓർമ്മിപ്പിക്കുവാനുള്ളത്, ആവറേജ് പെർ ക്യാപിറ്റ എനർജി യൂസേജ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെയോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ തന്നെ ഒരു യാർഡ് സ്റ്റിക്കാണ് എന്നുള്ളതാണ്. സോളാർ പാനൽ സാങ്കേതികവിദ്യ ഇത്രയും പുരോഗമിച്ച സാഹചര്യത്തിൽ, പാനലിൻ്റെ പെർ വാട്ട് കോസ്റ്റ് വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ അതിൻ്റെ ഗുണഫലങ്ങൾ പൊതുജനത്തിന് പരമാവധി ലഭിക്കാനും അതുവഴി കാർബൺ നിഗമനം കുറയ്ക്കുവാനും ഒരു ഹരിത ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുവാനും വേണ്ടത് ചെയ്യാതെ ലൈസൻസിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് സംരക്ഷിക്കാനായി റെഗുലേറ്ററി കമ്മീഷൻ സാങ്കേതികവിദ്യയുടെ നേരെ ഒരിക്കലും പുറംതിരിഞ്ഞു നിൽക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. ശ്രീ ഷെരീഫ് ചേർക്കുന്നത്